Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, only including me, only 13 persons. This time I don't know. Okay, we can start. Who is going to do prayer? Yeah, ma'am. Good evening. Today's prayer. Dear Heavenly Father, as we gather in your name, we invite your divine presence to envelop this meeting. May your spirit guide our thoughts, words, and action, leading us in the path of righteousness and unity. Thank you. Okay, what's next? Signing off. Good evening, everyone. I am Renu, and I warmly welcome you all to our class. Let's start our session with joy, refreshment, enthusiasm, and excitement to learn something new today. Today class is conducted by Miss Jisha ma'am. Let us all be active and attentive. Invite to thought to say Miss Tansira. Thank you. Good evening, everyone. Today's thought: you will definitely get the result if you are in patience throughout the process. ഏത് കാര്യവും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിനു തീർച്ചയായും ഫലം ലഭിക്കും. താങ്ക് യു. Okay, so ഇനിയിപ്പോ ആരും ജോയിൻ ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലേ? Like, yes, join ആവുന്നുണ്ട്. Okay, and thank you so much. Thank you for understanding my situation. നിങ്ങളുടെ ഉച്ചത്തെ ക്ലാസ് ഈ ഒരു ടൈമില് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം ഒക്കെ ആവുന്ന ടൈം ആയിരിക്കും. ഏത് സമയത്ത് ജോയിൻ ചെയ്തതിന് സോ മച്ച് താങ്ക്സ്. ഓക്കെ, സോ വേർ വി ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു എന്ന് പറയാം? യെസ്, വളരെ കുറച്ച് പേരാണല്ലോ. ഞാൻ ഈ ടൈമിലൊക്കെ ആവുമ്പോ കുറെ പേരുണ്ടാവും. ജോലിക്ക് പോകണം. യെസ്, സൈക്കോളജി എന്ന് പറഞ്ഞ ലെസണിൽ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി അത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു ടോപ്പിക് ഡിസ്കഷൻ തന്നിരുന്നു. മാം അത് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞേ ഉള്ളൂ. അത് നമ്മൾ അങ്ങനെ ഇതായിട്ട് ചെയ്തില്ല. ഏതാണ്? മറ്റേ സിംഗിൾ ചൈൽഡ്. യെസ്, ആരും വ്യൂസ് ഷെയർ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ചെയ്തേ ഉള്ളൂ. അത് കാര്യമായിട്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറ്റിയോ? കുറച്ചുപേരൊക്കെ പറഞ്ഞായിരുന്നു. കുറച്ചുപേര് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഇനി ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിവൺ? ഓക്കെ, സോ വി കൻ മൂവ് ടു അവർ ചാപ്റ്റർ. ടോപ്പിക് ഡിസ്കഷൻ ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ. ഓരോ ദിവസവും ഓരോ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ടോപ്പിക് ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. ഷെയർ ചെയ്തിട്ടോ. സൈക്കോളജി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 3 ടോപ്പിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കുട്ടികളെ മനസ്സിലാക്കാൻ. അതിലൊന്നാണ് ചൈൽഡ് സൈക്കോളജി, ദെൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ദെൻ ഡെവലപ്മെന്റൽ സൈക്കോളജി. അത് പറഞ്ഞിരുന്നല്ലോ. അത് 3നെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടുവാണെങ്കിൽ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും.
സോ ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു കുട്ടിയുടെ അടുത്ത് ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു ടീച്ചർ ക്ഷമയോടുകൂടി ഇരിക്കണം. ഫസ്റ്റ് ക്ഷമ വേണം. ഓക്കെ, സോ ക്ഷമയുണ്ടോ എല്ലാവർക്കും? ആവശ്യത്തിനുള്ള ക്ഷമയുണ്ടോ? അതോ ഇനി ഉണ്ടാക്കിയെടുക്കണോ? ആവശ്യത്തിനുണ്ട് മാം. ആവശ്യത്തിനുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ അനുസരിച്ച് നമ്മൾ വീണ്ടും മാറും. നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല ക്ഷമയാന്ന് വിചാരിക്കും, പക്ഷെ കുട്ടികളുമായി ഡീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പോരാ. ചിലപ്പോ ചിലർക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ, ഒരു ഇതിലൂടെ നല്ലപോലെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. വീട്ടില് കുഞ്ഞുങ്ങളെ 2 കുഞ്ഞുങ്ങളെ ആയിരിക്കാം നോക്കുന്നത്, അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളെ ആയിരിക്കും നോക്കുന്നത്, ചിലപ്പോ ഒരാളെ ആയിരിക്കും. പക്ഷെ ഒരു സ്കൂള് ക്ലാസ് എന്ന് പറയുമ്പോൾ 20ഓ 30ഓ കുട്ടികളെ നമുക്ക് ഒരുമിച്ച് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് വളരെയധികം ക്ഷമ വേണം. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. അവർക്ക് അതൊരു റോൾ മോഡൽ ആയിരിക്കും, പലപ്പോഴും ഒരു ലീഡർ ആയിരിക്കും, ഒരു എക്സാംപ്ലർ ആയിരിക്കും ആ ഒരു ടീച്ചർ, അല്ലെ? ആ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന മാനേജർ ആയിരിക്കും ടീച്ചർ. ടീച്ചർ ഒരു മെന്റർ ആയിരിക്കും, എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. ഒരു ആവശ്യം വന്നാൽ അല്ലാതെ ഉപദേശിക്കുന്ന, ഒരു അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്ന ഒരാളല്ല ഒരിക്കലും ടീച്ചർ. അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളാകരുത് ഒരിക്കലും ടീച്ചർ. ടീച്ചർ ഒരു മെന്റർ ആയിരിക്കണം, ഒരു ഡേറ്റ കോച്ച് ആയിരിക്കണം. ഇൻഫർമേഷൻസ്, ഡേറ്റാസ്, ഇത് അങ്ങനെയുള്ള റിസോഴ്സ് പേഴ്സൺ ആയിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്ഡേറ്റഡ് ആയിരിക്കണം, പുതിയ പുതിയ സബ്ജക്റ്റുകളെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ടീച്ചർ അപ്ഡേറ്റഡ് ആയിരിക്കണം. പഴയത് തന്നെ എടുത്ത് അത് തന്നെ ഉപയോഗിക്കാനോ ആ രീതിയിലൊന്നും ടീച്ചർ വരരുത്. അതുപോലുള്ള ക്വാളിറ്റീസ് ടീച്ചറിന് വേണം. ഓക്കെ, സോ നമ്മളൊരു ചെറിയ കുട്ടികളുടെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ടീച്ചർ ഏതാ കുട്ടികൾ ഏതാന്നറിയാം. കാരണം ബയോളജിക്കൽ ഡിഫറൻസ് അല്ലെ, കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കും, ടീച്ചർ വലുതായിരിക്കും. അതേസമയം നമ്മളുടെ B.Ed, അതുപോലെ തന്നെ M.Ed, അതുപോലെ തന്നെ മോണ്ടിസോറി, B.Ed M.Edന്റെ കാര്യം എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. മോണ്ടിസോറിയില് ടീച്ചർ സ്റ്റുഡൻസ് എന്നുള്ള ഒരു രീതിയേ ഇല്ല, ട്രെയിനർ ട്രെയിനീസ് എന്നാണ്. പുറത്തു നിന്ന് വരുന്ന ഒരാള്, ആദ്യമായി വരുന്ന ആൾക്ക് ഒട്ടും മനസ്സിലാവില്ല ആരാണ് അവരെ സംബന്ധിച്ച ടീച്ചറും കുട്ടികളും ആയിരിക്കുമല്ലോ, ആരാണ് ടീച്ചർ ആരാണ് കുട്ടികൾ എന്ന് മനസ്സിലാവില്ല. എല്ലാരും ഒരേപോലെ തോന്നും. അതാണ് മോണ്ടിസോറി മെത്തേഡിലെ ഒരു വ്യത്യാസം. ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അപ്പൊ ട്രെയിനർ ട്രെയിനീസ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്, എല്ലാരും ഫെസിലിറ്റേറ്റേഴ്സ് ആണ്, എല്ലാരും ഈക്വൽ ആണ്. അവിടെ ലീഡർ ഇല്ല. ആ ഒരു ട്രെയിനർ, ഇപ്പൊ ഇവിടെ ഞാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് കമാൻഡ് ചെയ്യാനുള്ള യാതൊരു റൈറ്റ്സും എനിക്കില്ല. അപ്പോ ഞാൻ ദിസ് ഇസ് ഫോർ യു, ഇഫ് യു വിഷ് യു ക്യാൻ ഡു. നിങ്ങൾക്കിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിരുന്നു, നിങ്ങൾ കോർഡിനേറ്റേഴ്സിനെ സെലക്ട് ചെയ്യണം. ആഴ്ചയിൽ 2 പേരോ കോർഡിനേറ്റർ ആയിട്ടിരിക്കണം. അപ്പൊ കോർഡിനേറ്റേഴ്സ് ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ദിവസം പ്രെയർ പറയേണ്ട ആള്, തോട്ട് ഓഫ് ദി ഡേ, പിന്നെ സൈൻ ഔട്ട് ചെയ്യുന്നവരാരാന്ന് ആ കോർഡിനേറ്റേഴ്സിനെ മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെയ്യാം, ഐ എം റെഡി ഫോർ ദിസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഈ കോർഡിനേറ്റേഴ്സ് മാറി അടുത്ത ആൾക്കാർ വരണം. അവരെ ആയിരിക്കണം പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഹൂവർ ഈസ് കോർഡിനേറ്റേഴ്സ് അവര് ഒന്ന് കമാൻഡ് ചെയ്യോ ഡയറക്റ്റ് ചെയ്യോ അല്ല ചെയ്യേണ്ടത്. എല്ലാവരിലൂടെയും ഈ റോള് കടന്നു പോകും. ജസ്റ്റ് സംബഡി ഈസ് കോർഡിനേറ്റിംഗ് ദ പ്രോഗ്രാം. ആരാന്ന് നമ്മൾ അറിയുന്നില്ല. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ ഈസ് വൺ ഹു നോസ് ദ വേ, ഷോസ് ദ വേ, ഗോസ് ദ വേ. അതാണ് ലീഡർ. ഒരു ടീച്ചറും ഒരു ലീഡർ തന്നെയായിരിക്കണം. നമുക്കിവിടെ ഫെസിലിറ്റേറ്റർ ആണ്, ഫെസിലിറ്റേറ്റർ ഒരു ലീഡർ ആയിരിക്കണം. പക്ഷെ ജോൺ സി മാക്സ്വെൽ പറഞ്ഞ പോലെ ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി നോസ് ദ വേ, ഹി ഷുഡ് നോസ് ദ വേ. ആ വഴി അയാൾക്ക് നല്ലപോലെ അറിയും. ആ വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ആ വഴിയിലൂടെ അയാളും പോകണം. നമ്മളുടെ സാധാരണയുള്ള ലീഡർമാരൊക്കെ എങ്ങനെയാ, അവര് അണികളെ പറഞ്ഞു വിടും. അവരുടെ പുറകെ നടക്കുന്ന, അവരെ പിന്താങ്ങി നടക്കുന്നവരെ പറഞ്ഞു വിടും. അവര് പോവില്ല, അവര് ബുദ്ധിമുട്ടില്ല. അതാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന ലീഡേഴ്സ്. ആക്ച്വലി ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ മുന്നിലും നിൽക്കരുത്, പിന്നിലും നിൽക്കരുത്, ഇവരുടെ കൂടെ പോകുന്നവരായിരിക്കണം. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആരാണ് ലീഡർ എന്ന് ഒരിക്കലും മനസ്സിലാകരുത്. ലീഡർ എന്ന് പറഞ്ഞാൽ അത്രയും പേഷ്യൻസ് ആയിരിക്കണം.
ഒരു ടീച്ചറെ ഒരു ക്ലാസ് റൂം ലീഡർ ആയിട്ടാണ് ശരിക്കും കണക്കാക്കുന്നത് കേട്ടോ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ലീഡറാണ്. ആ ക്ലാസ് റൂമിനെ ലീഡ് ചെയ്യുന്നു, ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ടീച്ചറെ ലീഡർ, മാനേജർ എന്നൊക്കെ വിളിക്കുന്നത്. എല്ലാ റോളും ചെയ്യേണ്ട ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളും നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആകാൻ പോകുന്നു. പകുതി ഇപ്പൊ കുറെ പേര് ആയിട്ടുണ്ടാകാം, വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കാൻ നമുക്ക് നല്ല ക്ഷമ വേണം, മറ്റുള്ളവരെ കേൾക്കാനും അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും. അതിന് നമ്മൾക്ക് സൈക്കോളജി അറിഞ്ഞേ പറ്റും. വേറൊരാളുടെ സ്ഥാനത്ത് നിന്ന് അയാളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് എമ്പതി വേണം. എമ്പതി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെ ചിന്തിക്കണം. നമ്മളുടെ മനുഷ്യരാണ്, പല പല ഡിഫറൻസസ് നമ്മളിലുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. എല്ലാ സമയവും നമ്മളുടെ മൂഡ് ഒരുപോലെ ആവണമെന്നില്ല. നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി തന്നെയാണ്, പല രീതിയിലുള്ള കെമിക്കൽ ആക്ഷൻസ് നടക്കുന്ന ഒരു ഫാക്ടറിയാണ്. സോ സംടൈംസ് നമുക്ക് ചില മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, നല്ല മൂഡാന്ന് പറയുമല്ലോ. ചില സമയത്ത് ഇന്ന് നല്ല മൂഡാന്ന് തോന്നും. കുഞ്ഞുങ്ങളെ വരെ നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലേ. ഈ ഒരു കെമിക്കൽ ആക്ഷൻസ് നടക്കും. ഒരു അസുഖം വരുമ്പോഴും നമ്മൾക്ക് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ്, നമ്മൾ സ്ഥിരം നമ്മളിപ്പോ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കും. നമ്മുടെ ഓപ്പോസിറ്റ് ഒരാള് എപ്പോഴും നമ്മൾ ആ ഒരു ടൈമിൽ കാണുന്നുണ്ടാവും. സ്ഥിരം കാണുമ്പോൾ ഒരു ചിരി പങ്കുവെക്കും അല്ലെ. ഒരു ദിവസം അയാൾ ചിരിക്കാതിരുന്നാൽ നമ്മൾ ആലോചിക്കും, എന്ത് പറ്റി, എന്താ ചിരിക്കാതിരുന്നത്? അല്ലെങ്കിൽ നമ്മൾ അയാളെ നോക്കിയൊന്ന് ചിരിച്ചില്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അയാളെ ഓർക്കില്ലേ ഇതെന്ത് പറ്റി, എന്നും തിരിച്ചിരിക്കുന്ന ആളാണ്. ഇതാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥം ഉണ്ടായാൽ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ മുഖത്ത് കാണിക്കും അല്ലെ, റിഫ്ലക്ഷൻ ഉണ്ടാവും. മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായാലും ആ ഒരു മുഖത്ത് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ സ്ഥലകാല ബോധമില്ലാതെ ഇരിക്കും ചിലപ്പോൾ നടക്കുക. അപ്പൊ ഓപ്പോസിറ്റ് വന്നവരെ നമ്മൾ കണ്ടെന്നിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരാളെ മനസ്സിലാക്കി നമുക്ക് പെരുമാറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കും. ഈവൻ അയാൾക്ക് തന്നെ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഒരു എമ്പതിയാണ് വേണ്ടത്. അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികളോട് പെരുമാറുമ്പോൾ ആ ടീച്ചർ ആ കുട്ടിക്കൊരു റോൾ മോഡൽ ആയിരിക്കണം. കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ട് അവന്റെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും റെസ്പെക്ട് ചെയ്യണം. അവനെ കേൾക്കണം, അവന്റെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. അവനെ ജഡ്ജ് ചെയ്യരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത്, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതേസമയം നമുക്ക് ജഡ്ജ് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാം നമ്മളെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി പറഞ്ഞു. നമ്മൾ ഈ സൈക്കോളജിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആണ് സൈക്കോളജിയിലൂടെ പഠിക്കുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ സൈക്കോളജിയിലൂടെ കടന്നു പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കുറച്ച് മാറേണ്ടിയിരിക്കും. എന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ കൊളീഗ്സിന്റെ അടുത്തും, ഞാൻ എന്റെ മുന്നിൽ വരുന്ന കുട്ടികളുടെ അടുത്തും, എന്റെ വീട്ടിലുള്ളവരുടെ അടുത്തും, വീട്ടിലുള്ള കുട്ടികളുടെ അടുത്തും ഞാൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ആ 3 ഫീൽഡിലുള്ള സൈക്കോളജി ഒന്ന് അറിഞ്ഞിരിക്കും. ജസ്റ്റ് ബ്രീഫിങ് നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അതിനെ പറ്റിയുള്ള ഡേറ്റ കിട്ടും. അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് ഹ്യൂമൻ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കി നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റണം. കുട്ടികൾ 20 പേരുണ്ടെങ്കിലും 20 സ്വഭാവമായിരിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, യുണീക്നെസ് ഉണ്ട് അവർക്ക്. അപ്പൊ ആ ഓരോ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് ഓരോ കാര്യങ്ങളും ആക്ടിവിറ്റീസും പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, മാത്സ് ടീച്ചർ എപ്പോഴും മാത്സ് എന്നൊരു പേടി സ്വപ്നം പണ്ട് തുടങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ മാത്സ് പഠിപ്പിക്കുന്ന രീതി മുന്നിൽ വരുന്ന കുട്ടികൾക്ക് രസകരമാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്സ് എന്നുള്ള പേടി കുട്ടികളിൽ നിന്ന് മാറും. അതുപോലെ എന്ത് ലാംഗ്വേജ്, ഹിന്ദി, എന്തൊക്കെ ആണെങ്കിലും ശരി, അത് അതിൻ്റെതായ ഒരു ആക്ടിവിറ്റിയിലൂടെ ആവുമ്പോഴേക്കും കുട്ടികൾക്ക് അത് പെട്ടെന്ന് ആ സബ്ജക്റ്റിനോട്, അതാണ് ആ ഒരു ടീച്ചർ വന്നപ്പോഴേക്കും അവന് മാത്സ് ഇഷ്ടപ്പെട്ടു. ചില അമ്മമാർ പറയില്ലേ, അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ വന്നതോടുകൂടി അവൻ മാത്സിനെ വെറുത്തു, അങ്ങനെയും പറയും. അപ്പൊ അത് ആ ഒരു ടീച്ചറുടെ അപ്രോച്ചാണ്. നമ്മളിൽ വരേണ്ട ക്വാളിറ്റീസ്, ആ ക്വാളിറ്റീസ് വന്നാൽ മാത്രമാണ് നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലാണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, മാർക്ക് ഫുൾ കിട്ടി, 90%, 100% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് ക്വാളിഫൈഡ് ആകണമെന്നില്ല. നമ്മൾ ക്വാളിഫൈഡ് ആകണമെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയെ കേൾക്കാനുള്ള ക്ഷമയും അവരെ നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പറ്റും.
അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലും നമ്മളുടെ ബിഹേവിയർ അതുപോലെ തന്നെയായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി അവരെ, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മൈൻഡാണ്, ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്, പ്യുവർ സോൾസ് ആണ്, അവരെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ, അതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോ മോണ്ടെസോറി ടീച്ചേഴ്സിന് വരാൻ ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡിയാണോ? ആണെങ്കിൽ യു ക്യാൻ റീഡ് ദ റിമൈനിങ് 2 പാരഗ്രാഫ്സ്. അതോടുകൂടി ആ ലെസൺ കഴിയും. 2 പാരഗ്രാഫ്സ്. Okay. Child and his behavior. As the Montessori teachers are expected to communicate with the children of the age group 3 to 6, they must know their general behavior in group, individual behavior, each one's familiar background, social background, etc. The children face different problems in their family and environment. The rate of addition of language changes according to the environment of each child. Emotion, motivation, and intelligence are also found of varying degree among children. Teachers' effort to gather children are like to encounter the individual differences. Egocentrism may still prevail with some children. There may be children with psychological abnormalities and physical disabilities, which the teacher has to identify from the very beginning. Different aspects of child development are to understood by the teacher. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social, and linguistic development. Their psychomotor coordination and skill development continuously. Piaget's stages of cognitive development, Freud's stages of emotional development, and Erickson's stages of personality development are some of the works and judgments in the field which are of use to the teachers. Without having proper foundation in the psychology, a teacher may not succeed in understanding Froebel's idea of teaching, kindergartens, or Maria Montessori's idea of using didactic apparatus. Okay, so ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ ആണ് നമ്മൾ പറയുന്നത്, ഇപ്പൊ വായിച്ചത്. മോണ്ടെസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ഒരു ഏജ് സ്പാൻ എന്ന് പറയുന്നത് 3 to 6 ഇയേഴ്സ് ആണ്. ഈ 3 to 6 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റിന്റെ ഫണ്ടമെന്റൽ സ്റ്റേജ് ആണ്, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളിൽ ഓരോരുത്തരിലും, അല്ലെ? ആ ഒരു ഏജിലെ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു ഏജിൽ അവരുടെ ഓരോ സ്റ്റേജസിലുള്ള ഡെവലപ്മെന്റ് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമ്മളുടെ ഒരു സപ്പോർട്ട് ആ ഒരു സമയത്ത് ആ ഒരു ഡെവലപ്മെന്റിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് അവരെ നോക്കിയില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എല്ലാം ഡിഫോമിറ്റീസ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ് ആണ് നമ്മളുടെ ഉള്ളിലുള്ളത്. നമുക്ക് കുട്ടികളുടെ ജനറൽ ബിഹേവിയർ മനസ്സിലാകണം. ഈ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വരുന്നതാണ്. അവരൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ബിഹേവിയർ, അവരൊറ്റയ്ക്കായിരിക്കുമ്പോൾ, ഇൻഡിവിജ്വലി ആയിരിക്കുമ്പോൾ ഉള്ള ബിഹേവിയർ മനസ്സിലാക്കണം. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവര് ജീവിക്കുന്ന സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ രീതികൾ, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിഞ്ഞിരിക്കണം. കുട്ടികൾ പലപ്പോഴും അവരുടെ
ഫാമിലിയിൽ നിന്നും അവരുടെ സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്, ചുറ്റുപാടിൽ നിന്നും വളരെയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഇഷ്യൂസിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവർ കടന്നു പോകുന്നത്. പല രീതിയിലുള്ള അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് ആകാം, വെർബൽ അബ്യൂസ് ആകാം, പല രീതിയിലുള്ള സെക്ഷൽ അബ്യൂസ് നടക്കാം, അങ്ങനെ പല രീതിയിലും. പിന്നെ ന്യൂട്രിയൻസിന്റെ കുറവ് എല്ലാം കിട്ടുന്നുണ്ടാകും. പിന്നെ അവർക്ക് കിട്ടേണ്ട ലവ്, കെയർ, വാംത്ത്, അഫെക്ഷൻ അവിടെയും കുറവുകൾ സംഭവിക്കാം. അങ്ങനെ അതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോൾ ഈ ഇമോഷൻസ്, അതുപോലെ തന്നെ കുട്ടിക്ക് കിട്ടേണ്ട മോട്ടിവേഷൻ, കറക്റ്റ് ടൈമില് ഇവർക്ക് ശരിയായ രീതിയിലുള്ള അപ്രൈസൽ, മോട്ടിവേഷൻ കിട്ടുന്നത് വരെ ഇവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരെ ശരിയായ രീതിയിൽ ഒന്ന് ഉയർത്തിവിട്ടില്ലെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പല ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള കുട്ടികളായിരിക്കും ഒരു ടീച്ചറുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നെ പലപ്പോഴും കുട്ടികളിൽ ഈഗോ സെൻട്രിസം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് അവർക്ക് സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് കൺസേൺ, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു പ്രവണത കുട്ടികളിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോഴാണ് ഷെയറിംഗ് ഒന്നും ഇല്ലാതെ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണം അവർക്ക് പല ആക്ടിവിറ്റീസ് കൊടുക്കാൻ. അപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യും. അപ്പൊ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഈഗോ സെൻട്രിസത്തിന്റെ ഒക്കെ ലെവല് കുറഞ്ഞു വരും. പെട്ടെന്ന് ഒറ്റയടിക്കുന്നത് നമുക്കത് അവരുടെ ആ ഒരു സെൽഫ് കൺസേൺ, സെൽഫ് ഇൻട്രസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ ആ സെൽഫിഷ്നെസ് ഒക്കെ മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ആ മേ ബി പടിപടിയായിട്ടായിരിക്കും മാറ്റാൻ പറ്റും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്ക് പല സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടായിരിക്കാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അത് ടീച്ചർ ഫ്രം ദ ബിഗിനിങ് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും. നമുക്ക് എന്നിട്ട് ഗൈഡ് ചെയ്യാം, എന്ത് ചെയ്യാം, എവിടേക്കെങ്കിലും നല്ല തെറാപ്പിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ നമുക്ക് റെഫർ ചെയ്യാം, ടീച്ചേഴ്സിനോട് പറയാം. അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആ ഏജിൽ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ഡിസബിലിറ്റി മാറി അല്ലെങ്കിൽ ഡിഫോർമിറ്റീസ് മാറിക്കിട്ടും. നമുക്കങ്ങനെ മാറ്റാൻ പറ്റുന്ന പലതും ആ ഒരു ടൈമിൽ മാറ്റാനായിട്ട് പറ്റും. ആ കറക്റ്റ് സമയത്ത് അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അവർ അഡൾട്ട് ആകുമ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങളുടെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞോന്നറിയില്ല, ബാംഗ്ലൂർ ഉള്ളതാണ്. എന്റെ മോൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ബാംഗ്ലൂരാണ്, അവിടെ തന്നെ വളർന്നതാണ്. അവിടെ ഒരു ICSE സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് അവിടെ ICSE സ്കൂളിൽ പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴേ തന്നെ നമുക്ക് ഊഹിക്കാം ആ കുട്ടിയുടെ ലാംഗ്വേജ് എത്രത്തോളം പറഞ്ഞതാണെന്ന് തോന്നുന്നല്ലേ. പക്ഷെ കുട്ടിക്ക് ഒരു ലാംഗ്വേജും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, നല്ലൊരു ലാംഗ്വേജ് ഒരു ഭാഷയിലും ആ കുട്ടിക്കില്ല. അപ്പൊ അതൊക്കെ അതിന്റെ ചെറുപ്പത്തിൽ ആ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സമയത്ത് ആ കുട്ടിക്ക് വന്ന് എന്തെങ്കിലും ഒരു ഡിഫോർമിറ്റീസ് ആയിരിക്കും. അത് ആ കറക്റ്റ് സമയത്ത് അതിനെ ഇന്റർവെൻഷൻ നടത്തിയിരുന്നെങ്കിൽ, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് അങ്ങനെ ഒരു സ്പീച്ച് തെറാപ്പിക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അത് ഇവര് വീട്ടില് ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുത്തു വിടും, അത് വീട്ടിൽ ചെയ്യിച്ചാലും മതിയായിരുന്നു. അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ട്. വളരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോഴേ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ചെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ ഞാൻ ഈ കുട്ടിയെ കാണുന്ന ഒരു 10th +2 ആ ഒരു ഏജ് ആയ സമയത്താട്ടോ. അപ്പൊ ഞാൻ ഓർത്ത കുട്ടി എന്താ ഇങ്ങനെ സംസാരിക്കണേന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അതിന്റെ അമ്മ എന്നോട് പെട്ടെന്ന് കാര്യം മനസ്സിലാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നോട് പെട്ടെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു ലാംഗ്വേജ് അവൻ ഇല്ലാതായി പോയി എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഭയങ്കര വിഷമം. അപ്പൊ കുട്ടികളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജ് സ്പാൻ ആണ് 3 to 6 years എന്ന് പറയുന്നത്. കുട്ടി പല സ്റ്റേജസിലൂടെ കടന്നു പോകും. കുട്ടിയുടെ ബുദ്ധി വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, വൈകാരികപരമായിട്ടുള്ള ഡെവലപ്മെന്റ്, പിന്നെ മോറൽ വാല്യൂസ് എല്ലാം കുട്ടിക്ക് കിട്ടുന്നത്. കാരണം കുട്ടി വീട്ടില് പല റിലീജിയസ് ബിലീഫ് ഫോളോ ചെയ്യുന്നതോ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്നെല്ലാം പല വാല്യൂസ് ആണ് കുട്ടിക്ക് കിട്ടുന്നത്. വീട്ടിലുള്ള ആളുകൾ കുട്ടിയോട് പെരുമാറുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള മോറൽ വാല്യൂസ് കുട്ടിക്ക് കിട്ടും. സോഷ്യലൈസ് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അവരുടെ സൈക്കോ മോട്ടർ കോർഡിനേഷൻ, സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡിന്റെ ഡെവലപ്മെന്റ്, പിന്നെ മോട്ടർ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ആ ഒരു മൈൻഡും ബോഡിയും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ,
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. കാരണം ആ ഒരു ടൈമിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ കുട്ടിക്ക് എന്തിലാണ് സ്കില്ലുള്ളത്, വരയ്ക്കാനോ ഡാൻസോ അങ്ങനെ വോട്ടെവർ ഇറ്റ് സ്പോർട്സിലാണെങ്കിൽ അത് അങ്ങനെ പലതും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്. പിയാജറ്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഇപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളെയും പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ കാര്യങ്ങളും അവരുടെ രീതികളും എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അവരുടെ സ്പെഷ്യാലിറ്റീസ്, അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഓർ ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ പിയാജറ്റിന്റെ സ്റ്റേജസും അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും എറിക്സന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എല്ലാം ഇതുമായിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില വർക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിനെ കുറിച്ച് നല്ലപോലെ ഒരു ടീച്ചർ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് നമുക്ക് സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രമാണ് മുന്നിൽ വരുന്ന കുട്ടികളെ, അതായത് ഫ്രോബൽ എന്ന് പറഞ്ഞ ഒരാളെന്ന് പറയുന്നത് കിൻഡർഗാർട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. നമ്മുടെ മറിയ മോണ്ടിസോറിയാണ്. മറിയ മോണ്ടിസോറി മെത്തേഡ് ഡൈഡാക്റ്റിക് അപ്പാരറ്റസ്, അതായത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അപ്പാരറ്റസ് യൂസ് ചെയ്താണ് മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ഇപ്പൊ കിൻഡർ ഗാർട്ടനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, മോണ്ടിസോറി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ ഏജ് എന്ന് പറയുന്നത് ഈ 3 to 6 years ഏജ് ആണ്. അപ്പൊ ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മളിപ്പോ കിൻഡർ ഗാർട്ടനിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, നമ്മളുടെ സ്വന്തമായിട്ട് നമുക്ക് അത് ഉണ്ടാകും. മോണ്ടിസോറി മെത്തേഡിൽ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. നമുക്കപ്പോ ഈ ഒരു സൈക്കോളജിയുടെ ഫൗണ്ടേഷൻസ് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കിൻഡർ ഗാർട്ടൻ മെത്തേഡും ഫ്രോബലിന്റെ കിൻഡർ ഗാർട്ടൻ മെത്തേഡും മറിയ മോണ്ടിസോറിയുടെ മെത്തേഡും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, so that is the end of the unit psychology and ഇനി educational psychology ആണ്. Okay, സൈക്കോളജി പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫ്, ഈവൻ നമ്മളുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പൊ സ്കൂൾ ടീച്ചർ ആകുന്നില്ല, വേറെ എന്തെങ്കിലും ജോബ് കിട്ടിയാൽ പോലും നമ്മളുടെ ഇടങ്ങൾ, നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈവൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പിലും ആ ഒരു നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, 13 ബാച്ചിന്റെ ഒരു ഗ്രൂപ്പിലും യു ക്യാൻ മേക്ക് മെനി ഡിഫറൻസസ്. ഓക്കെ, സോ പ്ലീസ് ടെക്സ്റ്റ് 1 എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി. ബിഫോർ ദാറ്റ് റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തന്നല്ലോ. 1-4 തന്നിരുന്നു മാം. കഴിയാനായി എല്ലാരും ചെയ്തു തുടങ്ങിയോ? കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് കംപ്ലീറ്റ് ആയി, ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റും ഫോർത്തും കംപ്ലീറ്റ് ആയി മാം. ഫോർത്ത് ഒരുവിധം നമുക്ക് കഴിയാറാവുമ്പോഴേക്കും ഒന്ന് പറയൂ, കാരണം അടുത്തത് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ്, തേർഡ്. ഓക്കെ മാം. ഓക്കെ, സോ നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതൊന്ന് ഷെയർ ചെയ്യാട്ടോ. സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. കാരണം നമ്മള് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണല്ലോ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത്. അവിടെ നമ്മളുടെ മുന്നിൽ വരുന്നത് ഈ പറയുന്ന മെഷീൻസ് ഒന്നും അല്ലല്ലോ, അല്ലെ, യന്ത്രങ്ങളൊന്നും അല്ല, മനുഷ്യ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. Okay, so educational psychology. ഇവിടെ നിങ്ങൾക്ക് 2 ബുള്ളറ്റ് പോയിന്റ്സ് കാണാം. അത് വരെ ഒന്ന് റീഡ് ചെയ്യാമോ? ഹിസ് പേഴ്സണാലിറ്റി എന്ന് വരുന്ന ഭാഗം വരെ. Educational psychology. Definition of educational psychology. Educational psychology is the application of
physiological finding in the fields of education. It is the systematic study of the development of the individual within the education setting. According to Charles E. Skinny, educational psychology deals with the behavior of human being in educational situations. Thus, educational psychology is the behavioral science with two main references: human behavioral and educational. It aims to produce attractive changes in a child for the all-round development of the personality. Thank you. So educational psychology, അത് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ്. എഡ്യൂക്കേഷണൽ ഫീൽഡ്സിൽ സൈക്കോളജിക്കൽ ഫൈൻഡിങ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് കുട്ടികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹൂവർ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദാറ്റ് സെറ്റിംഗ്സ്, ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സെറ്റിംഗില് ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ചാൾസ് ഇ സ്കിന്നി അദ്ദേഹം പറയുന്നുണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽസ് വിത്ത് ദി ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഡീല് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോ ബിഹേവിയർ, ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഡീല് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ ബിഹേവിയറൽ സയൻസ്. രണ്ട് റഫറൻസസ് ഉള്ള ബിഹേവിയറൽ സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതാണ് ടു റെഫറൻസസ് പറയുന്നത്. ഹ്യൂമൻ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അതിനെ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്താ, ഒരു കുട്ടി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചു കുട്ടികൾ തുടങ്ങിയുണ്ടല്ലേ. അപ്പൊ ആ ഒരു കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി, കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്, ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്, അതില് അട്രാക്റ്റീവ് ചേഞ്ചസ്, ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. ടു റെഫറൻസസ് ഉണ്ട്, മെയിൻ റെഫറൻസസ്. ഒന്ന് അതിൽ വരുന്നത് എന്താണ്, ഹ്യൂമൻ ബീയിങ്. എന്തിലാണത്, എഡ്യൂക്കേഷൻ. സോ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. നമ്മൾ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു, പണ്ടൊക്കെ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്റ്റിഗ്മയാണ്, എന്തോ ഒരു പ്രശ്നം, മനസ്സിന് എന്തോ പ്രശ്നം, മാനസികമായ എന്തോ പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ അതിനെ ആളുകള് പോസിറ്റീവായിട്ട് കണ്ടു തുടങ്ങി. അതപ്പോ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു ഡെവലപ്പിംഗ് സയൻസ് ആയി, ഗ്രോയിങ് സയൻസ് ആയി, പോസിറ്റീവ് സയൻസ് ആയി, പലയിടങ്ങളിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സോ അപ്ലൈഡ് സയൻസ് ആയി മാറി. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് വായിക്കാമോ? Thus, educational psychology is primarily concerned with the understanding the processes of teaching and learning that place within formal surroundings and the developing way of improving those methods. It covers important topics like learning theory, teaching method, motivations, cognitive, emotional, and moral development, parent-child relationship, etc. Educational psychology helps the teacher to understand the students and improve their ability. The field of educational psychology involves the study of memory, theoretical process, and individual references via cognitive psychology. In conceptualizing new strategies for learning process in humans, educators change the teaching method and environments so that the maximum number of students is served in the general educational environment. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ. അതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. അതിന് പോസിറ്റീവ് ചേഞ്ചസ് ഹ്യൂമൻ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വരുത്താനായിട്ട് പറ്റും, അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്താണ് നടക്കുന്നത്, പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ പഠിക്കുന്നു, അല്ലെ? ടീച്ചർ പഠിപ്പിക്കുന്നു,
വൺ ഹൂ ഈസ് ടീച്ചിങ്, അതാണ് ടീച്ചർ. ടീച്ചിങ്ങും നടക്കുന്നു. വൺ ഹൂ ഈസ് ലേണിംഗ്, അതാണ് ലേണർ അല്ലെ, സ്റ്റുഡൻസ് അല്ലെ. അപ്പൊ ടീച്ചിങ്ങും ലേണിങ്ങും ഒരേ പ്ലേസിൽ നടക്കുന്നുണ്ട്, ഒരു പ്രത്യേക സറൗണ്ടിങ്സിൽ. കുട്ടികളുടെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ലേണിംഗ് തിയറി, പിന്നെ ടീച്ചിങ് മെത്തേഡ്സ്, മോട്ടിവേഷൻസ്, പല രീതിയിലുള്ള മോട്ടിവേഷൻസ് നടക്കുന്നു, ഡിഫറെന്റ് മെത്തേഡിലുള്ള ടീച്ചിങ് പ്രോസസ് നടക്കുന്നു. പിന്നെ അവിടെ കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നു. പിന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ് എല്ലാം വരുന്നുണ്ട് ആ ഒരു സെറ്റിങ്സിൽ അല്ലെ. പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ. ഒരു ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു ശരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ആ മുന്നിൽ വരുന്ന കുട്ടിയെ മനസ്സിലാക്കാനും അവന്റെ എബിലിറ്റി, സ്കിൽ, അതിനെ ഇംപ്രൂവ് ചെയ്യാനുമായിട്ട് ആ ടീച്ചർക്ക് മനസ്സിലാവും. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇൻവോൾവ്സ് ദി സ്റ്റഡി ഓഫ് മെമ്മറി അല്ലെ. പലപ്പോഴും ചില കാര്യങ്ങൾ കുട്ടികൾ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ട് വരും, പലതും പഠിച്ച് അവർ ഓർമ്മയിൽ വെക്കേണ്ടതായിട്ട് വരും. പിന്നീട് എക്സാം എഴുതുമ്പോൾ അവർക്ക് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അവർ ഓർത്തു വെച്ച കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ കൗണ്ടിങ് ആദ്യമായിട്ടൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ 1 തുടങ്ങി 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കും. കുട്ടിയോടെ കൗണ്ടിങ് പഠിക്കും. അതിന്റെ ഒപ്പം തന്നെ നമ്പർ ഫെമിലറൈസേഷനും പഠിപ്പിക്കുവാണെന്ന് വിചാരിച്ചു. 1 തുടങ്ങി 10 വരെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടിക്ക് ആ നമ്പർ ആയിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവിടെ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മെമ്മറി അതിനെയും ഡീൽ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് ചുമ്മാ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ത്രൂ ഔട്ട് ലൈഫ് നമ്മളത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വയ്ക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് അല്ലെ. സ്റ്റഡി ഓഫ് മെമ്മറി, തിയറട്ടിക്കൽ പ്രോസസ് ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, പലപ്പോഴും മുന്നിൽ വരുന്ന കുട്ടികളുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അത് മനസ്സിലാക്കേണ്ടതായി വരുന്നു. പിന്നെ ന്യൂ സ്ട്രാറ്റജീസ്, ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ന്യൂ സ്ട്രാറ്റജീസ് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ മാത്സിലെ അഡീഷൻ എന്ത് ചെയ്തിട്ടും ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ടീച്ചർ ആ പുതിയൊരു മെത്തേഡ് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും ആ കുട്ടിയെ അത് മനസ്സിലാക്കിക്കാനായിട്ട്. ഓക്കെ, നമ്മളുടെ പല ട്രെയിനീസും ഓരോരോ ഇന്നോവേറ്റീവ് ഐഡിയാസും കൊണ്ട് വരും. നല്ല രസം കേൾക്കാനൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു EVS എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ബേർഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അനിമൽസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാനുള്ള പോർഷൻസ് ആണെങ്കിൽ അവർ കഥയിലൂടെ പഠിപ്പിക്കും അവരെ. അത് അല്ലെങ്കിൽ അവരുടെ ഷെൽട്ടേഴ്സ് അല്ലെ, കൗഷേക്ക് അല്ലെങ്കിൽ ലയൺ, ഡെൻ, ഡോഗ്, കെനൽ, അങ്ങനെ കുറെ ഓരോ ഡോഗിനും അവരുടെ ഓരോ അനിമൽസിനും അവരുടേതായ ഷെൽട്ടേഴ്സ് ഉണ്ടല്ലോ. ഈ ഷെൽട്ടേഴ്സ് പഠിപ്പിക്കണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കഥയിലൂടെയോ ആക്ഷൻ സോങ്ങിലൂടെയോ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലെ. അല്ലാതെ ചുമ്മാ 5 പ്രാവശ്യം 10 പ്രാവശ്യം ഒക്കെ എഴുതിച്ചിട്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് അവര് ഈ ലേണിംഗ് പ്രോസസ്സിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മളുടെ കോഴ്സ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. തിയറിനേക്കാളും കൂടുതൽ നമുക്ക് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അപ്പൊ എഡ്യൂക്കേറ്റേഴ്സ് അവർ ആ ടീച്ചിങ് മെത്തേഡ്സിനെ പല രീതിയിലും ചേഞ്ച് ചെയ്യുന്നു. അവര് പഠിപ്പിക്കുന്ന എൻവിയോൺമെന്റിനെയും ചേഞ്ച് ചെയ്യുന്നു. മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അവർക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റണം. എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് എല്ലാവരുടെയും നീഡ്സ് അനുസരിച്ച് അവർ സെർവ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളുടെ ഏതൊക്കെയോ ബാച്ചിലർ ട്രെയിനീസ് ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ ഏതോ സ്കൂളിലൊക്കെ നിറയെ ഷെയ്ഡ് ഉണ്ട്, മരങ്ങളൊക്കെ നിറയെ വെച്ച് പിടിപ്പിച്ച് നല്ല തണലൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, HMന്റെ പ്രിൻസിപ്പലിന്റെ അടുത്ത് ചോദിച്ചു, കുട്ടികളെ പുറത്ത് മരച്ചോട്ടിൽ കൊണ്ടിരുത്തി ക്ലാസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റി കൊടുക്കാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവര് സമ്മതിച്ചു. പക്ഷെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളൂ. മറ്റേന്താ ക്ലാസ് റൂമിൽ കയറ്റി ഡോറൊക്കെ അങ്ങ് അടച്ച് കുട്ടി പുറത്ത് പോവാതെ അങ്ങനെയൊക്കെയല്ലേ നോക്കുന്നത്. ഇതിപ്പോ ഓപ്പൺ സ്പേസിലേക്ക് കൊണ്ടുപോയിട്ട് ആ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു കുട്ടികള്. ഓക്കെ, അവർക്ക് എപ്പോഴും നേച്ചറുമായിട്ടും എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾ. എഡ്യൂക്കേഷണൽ അതാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങ് പോകാം എന്നുള്ള കാരണം അത് ശരിക്കും നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത് കളയേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം കുട്ടിയുടെ സൈക്കോളജി. ഈവൻ റിപ്പോർട്ട് ക്ലാസ് കാണുന്നവരും നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻ അബൌട്ട് ചൈൽഡ് സൈക്കോളജി, ബിഹേവിയറൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി ഇതെല്ലാം നോക്കുക. കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ച് പല സൈക്കോ അനാലിസ്റ്റുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ
അപ്രോച്ച് ചെയ്യാനായിട്ട്. നമ്മളിതൊന്നും അറിയാതെ എന്തൊക്കെയോ നമുക്ക് പറ്റുന്നത് അങ്ങനെ പോയി ചെയ്യാന്നുള്ളതല്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാം. The educational psychologist studied individual differences of students and devised special education programs for the students of exclusive needs. Special educators provide a continuity of services in which students with special needs receive varying degrees of support based on their individual needs. Common special needs include learning disabilities, communication disabilities, emotional and behavioral disorders, physical disabilities and developmental disabilities. Students with these kind of special needs are likely to benefit from the additional educational services such as different path to teaching, the uses of technology, a specifically suitable teaching area, or a resource room. The Montessori method of education itself is a method which helps the especially needed students to a large extent, as it is a method based on individual attention. നമ്മൾക്കറിയാലേ, നമുക്ക് നമ്മുടെ മുന്നിലെ നോർമൽ കുട്ടികൾ മാത്രമല്ല, എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളും വരാറുണ്ട്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും വരാറുണ്ട്. അവിടെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ആവശ്യം. അങ്ങനെയുള്ള കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട് പ്രത്യേകം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ പല ബാച്ചിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ എന്നിട്ട് മോണ്ടിസോറി മെത്തേഡും കൂടെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നത്. കൂടുതലും സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ മോണ്ടിസോറി മെത്തേഡാണ്. സെൻസസ് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ചില കുട്ടികൾക്ക് കാഴ്ച കുറവായിരിക്കും, ചിലപ്പോൾ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെ അപ്പൊ അതൊക്കെ ആ ഒരു സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒത്തിരി വീക്ക് ആയിരിക്കും, ചിലർക്ക് ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ മറ്റുള്ള സെൻസസ് ടച്ച് ചെയ്തറിയുന്നത് അങ്ങനെയുള്ള പല സെൻസസ് യൂസ് ചെയ്യും, അതായിരിക്കും ഷാർപ്പായിട്ട് വരും. അപ്പൊ അത് ഉപയോഗിച്ച് അവർ മാക്സിമം അവരെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക. അപ്പൊ അതിന് ആ ഒരു ഫീൽഡിൽ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് നമ്മൾ സ്പെഷ്യലി അത് നമ്മൾ പ്രൊഫഷണലി നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റും, ഇല്ലാന്നൊന്നുമില്ല, പക്ഷെ ചില എക്സ്റ്റെൻഡ് ഒക്കെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ചിലപ്പോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ മോണ്ടിസോറി പഠിച്ച് അങ്ങനെ കുറെ 2-3 ബാച്ചിൽ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്കും നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള കോഴ്സസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഓൺലൈനായിട്ടും അല്ലാതെ നേരിട്ട് ചെന്ന് കുറച്ച് സമയമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെയൊക്കെ നല്ലതാണെന്നൊക്കെ അന്വേഷിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഇൻകം ഒക്കെ ആയി കഴിയും. ഇതേ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഇനിയും അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതുപോലുള്ള കോഴ്സുകൾ ചെയ്താൽ സൈക്കോളജി കണക്ട് ചെയ്യുന്ന രീതിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കി അവരെ എങ്ങനെ അസസ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചില ചെറിയ കോഴ്സസ് ഒക്കെ കൊടുക്കുന്നവരുണ്ട്. അവിടെ ജോയിൻ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആകാം. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നവരുണ്ട്. മിസ്, നമുക്ക് ഈ കോഴ്സ് പഠിച്ച സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെ വേണം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണമല്ലേ? സ്പെഷ്യൽ ബി.എഡ്? അതെ, ഞാൻ 6 months പഠിപ്പിച്ചിട്ടുണ്ട് മിസ്. ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ആ ഒരു സ്പെഷ്യൽ നീഡ്സ് പറയുമ്പം അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ്, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാം, പിന്നെ കുട്ടി ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അതിലെ ഡിസബിലിറ്റീസ് വരാം. അപ്പൊ ഇങ്ങനെയുള്ള സ്പെഷ്യൽ നീഡ്സ് ഒക്കെയുള്ള കുട്ടികളെ പ്രത്യേകം കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ടീച്ചിങ് പാത്ത് തന്നെ ഡിഫറെന്റ് ആയിട്ട് മാറ്റി ഉള്ള രീതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ടെക്നോളജി യൂസ് ചെയ്യാം, സൂട്ടബിൾ ടീച്ചിങ് ഏരിയ യൂസ് ചെയ്യാം, ഒരു റിസോഴ്സ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റിസോഴ്സ് റൂമും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം.
മോണ്ടിസോറി മെത്തേഡ് ഇറ്റ്സെൽഫ് അത് തന്നെയാണ്. കാരണം ഈ സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചർമാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവർ യൂസ് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡാണ്. ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോ കണ്ടത് ഇത് നമ്മളുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിറയെ ഇരിക്കുന്നു. അത് സാൻഡ് പേപ്പർ കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ഇരിക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കും അല്ലാതെ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കും അവർ ഇത് തന്നെ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഫുള്ളി ബ്ലൈൻഡ് ആയിട്ടവർക്ക് ബ്രെയിലി ലിപിയൊക്കെ, പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ കൂടുതലും സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ് എല്ലാം അവിടെയുണ്ട്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് അതില്. നമ്മുടെ മറിയാം മോണ്ടിസോറി ഫസ്റ്റ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത് സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്. കാരണം സ്പെഷ്യൽ കുട്ടികളിൽ നല്ലൊരു റിസൾട്ട് വന്നപ്പോൾ ഡെഫിനറ്റ്ലി അത് നോർമൽ കുട്ടികളിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരിത് സ്പെഷ്യൽ കുട്ടികളിൽ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് മെയിൻ ആയിട്ടും 5 കീ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 5 കീ ഫാക്ടേഴ്സ് നമുക്കറിയാം, ഓൾറെഡി രണ്ടുപേരെ അറിയാം. ഒന്ന് ടീച്ചറും ഒന്ന് സ്റ്റുഡന്റ്. ടീച്ചറും ലേണർ എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവര് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന ആ ഒരു ക്ലാസ് റൂം അല്ലെ, ലേണിംഗ് എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ, മൂന്നാമത്തെ കീ ഫാക്ടറിൽ മൂന്നാമത്തത്. ഇനി ആ ഒരു ലേണിംഗ് എൻവിയോൺമെന്റിൽ എന്താണ് നടക്കുന്നത്? പഠനം അല്ലെ, പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യും. ദാറ്റ് ഇസ് ലേണിംഗ് പ്രോസസ് നടക്കുവാണ് ആ ലേണിംഗ് എൻവിയോൺമെന്റ്, സ്കൂളായാലും ക്ലാസ് റൂം ആണെങ്കിലും. ഇനി ഈ ലേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ പല രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, ലേണിംഗ് എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. ആ ലേണിംഗ് എക്സ്പീരിയൻസ് അത് ചൂസ് ചെയ്യുന്ന മീൻസ് അത് അനുഭവിക്കുന്നത് ടീച്ചറും കുട്ടിയും തന്നെയാണ്. അപ്പോൾ 5 കീ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ലേണർ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ടീച്ചർ, പിന്നെ മൂന്നാമത്തത് ലേണിംഗ് എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ, നാലാമത്തത് ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നടക്കുന്ന പഠനം, ലേണിംഗ് പ്രോസസ്. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നു, ദാറ്റ് ഈസ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ആ ഓരോന്നിനെ കുറിച്ച് 5 കീ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. അതിലെ ഫസ്റ്റ് 2 ആരാ റിവ്യൂ? ഞാൻ ചെയ്യാം. Nature of educational psychology. Educational psychology is an applied branch of the subject of psychology. The nature of educational psychology can be summarized as follows. First one, the learner. The subject matter of educational psychology is centered around the learner. Therefore, the need of knowing the learner and the techniques of knowing him well. The topics include the innate abilities and capacities of the individual differences and their measurements. The overt, covered, conscious as well as senseless behavior of the learner, the characteristics of his growth and development and each stage beginning from childhood to adulthood. The second one is the learning experiences. Educational psychology helps in determining what learning experiences are desirable at what stage of the growth and development of the learner, so that these experiences can be acquired with a greater ease and satisfaction. Thank you. So students, that is the learner, അതിനെ പറ്റിയാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അല്ലെ. അവരുടെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഇന്നേറ്റ് എബിലിറ്റീസ്, കപ്പാസിറ്റീസ് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ വേണം അവർക്ക് ടോപ്പിക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അവരുടെ അസസ് ചെയ്യുന്നത്, മെഷർമെന്റ്സ് അസസ് ചെയ്യുന്നത്, പിന്നെ ഓപ്പൺ, ഓവേർട്ട്, ക്ലോസ്ഡ്, പിന്നെ അവരുടെ ബിഹേവിയർ ചിലപ്പോൾ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ടതുണ്ടായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളും അതെല്ലാം ഡീല് ചെയ്യാനായിട്ട് പറ്റും.
അതിന്റെ ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജിലും ബിഗിനിങ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് ആ ഒരു ഡെവലപ്മെന്റ് വേണം. പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസസ് നെക്സ്റ്റ് പറഞ്ഞ ഈ ഓർഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലേണിംഗ് എൻവയോൺമെന്റ് സിറ്റുവേഷൻ വന്ന് അതിൽ ലേണിംഗ് പ്രോസസ് അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ടാളുകളാണ് ടീച്ചർ ലേണർ. ആ ഒരു ഓർഡറിലാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാവും. ലേണിംഗ് എക്സ്പീരിയൻസസ് ആ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ എന്തെല്ലാമാണോ അവർ ഡിസൈറബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഏത് സ്റ്റേജിനെയും അത് ഹെൽപ്പ് ചെയ്യുന്നു. എക്സ്പീരിയൻസസ് അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കണം അവർ ആ എക്സ്പീരിയൻസസ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കാരണം എനിക്ക് 8 മണിക്ക് PGയുടെ ക്ലാസ്സിലേക്ക് കയറണം. അവരുടെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ തീർക്കേണ്ട ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് കുറച്ച് പോർഷൻ ബാലൻസ് വന്നു. സോ താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പ്ലീസ്. പ്ലീസ് റീഡ് ആൻഡ് കം. ഇനിയുള്ള പോർഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരും. ഓക്കെ, പ്ലീസ് സൈൻ ഔട്ട് ഉണ്ടോ? Thank you so much, ma'am. Your today's discussion is very interesting and interactive. So thank you so much, ma'am. Okay, bye. Thank you so Thank much. you, ma'am. Thank 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 you, ma'am.